കൈ അങ്ങ് മുകളിലേക്ക് ഉയർന്നുകൊണ്ട് അതിനെ ആസ്വദിക്കുന്നത് കണ്ടില്ല. അതാണ് ഇത് റിപ്പോർട്ട് ചെയ്യണോ, ഇത് കണ്ട് ആസ്വദിക്കണമോ, ഇത് റിപ്പോർട്ട് ചെയ്യണമോ, ഇത് കണ്ട് ആസ്വദിക്കണമോ എന്ന് ഒരുപക്ഷെ രണ്ടാമത് നമ്മൾ ചിന്തിക്കുന്ന വണ്ണത്തിൽ ഇവിടുത്തെ ഈ പുലിക്കളി അതിന്റെ ഉച്ചസ്ഥായിയിലേക്ക് അതിന്റെ ആവേശം എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. മൂർധന്യാവസ്ഥയിലേക്ക് എത്തുന്ന കാഴ്ച ഇതാ നോക്കൂ. ഒരേ ഫ്രെയിമിൽ രണ്ട് ദേശങ്ങളെ നമ്മൾ കാണുകയാണല്ലേ, രണ്ട് ദേശങ്ങൾ. സീതാറാമിൽ ആ വേളം പെരുകുന്നു. അത്രത്തോളം ആവേശം ഇങ്ങനെ മുറുകി അങ്ങ് കൊണ്ടുപോവുകയാണ്. ആരും ഇവിടെ നിന്ന് ആസ്വദിക്കാതെ പോകാൻ പാടില്ല എന്നുള്ളതാണ് ഇവിടുത്തുകാർ പറയുന്നത്. അതായത് ഇവിടെ വരുന്നവരെല്ലാം ആസ്വദിച്ചിട്ടേ പോകാവൂ. ഒരാൾക്ക് പോലും അത് ഇഷ്ടപ്പെടാതെ അതിലൊന്ന് കൈവീശി ആസ്വദിക്കാതെ ഇവിടെ നിന്ന് പോകാൻ കഴിയില്ല എന്നാണ് ആ ഓരോ സംഘങ്ങളും പറയുന്നത്. അതിന്റെ ഒരു ഉദാഹരണം, ഒരു ചെറിയ ഉദാഹരണം മാത്രമാണ് നമ്മൾ കണ്ടത്. അതായത് ഒരു സംഘം മാത്രമാണ് ഇപ്പോൾ നമ്മളെ മുന്നിലൂടെ കടന്നു പോയിട്ടുള്ളത്. ഇനി വരാനിരിക്കുന്നത് എത്രത്തോളം വരാനിരിക്കുന്നതേ ഉള്ളൂ. ഇവരൊന്നു ചേരുമ്പോഴാണ് അതിമനോഹരമായ പൂരം അല്ലേ? അതെ, വന്നത് മനോഹരം, വരാനിരിക്കുന്നത് അതിമനോഹരം എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഇതൊക്കെ ഇനി കാണാൻ പോകുന്നതാണ്. ഇനി കാണാൻ പോകുന്നതാണ് പൂജ. അതാണ് നമ്മൾ കാത്തിരിക്കുന്ന പൂരം, രണ്ടാമത്തെ പൂരം എന്ന് തൃശ്ശൂരുകാർ ഒക്കെയും ഒരുപോലെ ഒരേ സ്വരത്തിൽ പറയുന്നുണ്ടെങ്കിൽ ആ പൂരം വരുന്നേ ഉള്ളൂ. നമ്മളിതാ കടന്നു പോകുന്നത്, ഇപ്പോൾ നമ്മുടെ ക്യാമറ ഫ്രെയിമിലൂടെ കടന്നു പോകുന്ന സീതാറാമിൽ ദേശം. സീതാറാമിൽ ദേശം പെൺപുലിയും ആൺപുലിയും കുട്ടിപ്പുലിയും ഒരുപോലെ അണിനിരുന്ന സീതാറാമിൽ ദേശത്തിന്റെ പുലിക്കളികൾ, പുലിക്കുട്ടികൾ ഇതാ പുലിമടയിൽ നിന്ന് ഇറങ്ങി കടന്നു പോവുകയാണ്. ഇപ്പോൾ ഒരു ആഘോഷം പോലും അതിൻ്റെ ഒരു പാരമ്യത്തിൽ ആഘോഷിക്കാതെ ആർമാദിക്കാതെ ഇവിടെ നിന്ന് അവസാനിക്കാൻ പാടില്ല എന്ന് തൃശ്ശൂർക്കാർക്ക് അത്രത്തോളം ഒരു ആവശ്യമുണ്ട്, അല്ലെങ്കിൽ അത്രത്തോളം ഒരു നിർബന്ധമുണ്ട്. ആ നിർബന്ധ ബുദ്ധിയാണ് ഇത്രത്തോളം ആസ്വാദന മികവിലേക്ക് ഓരോരുത്തരെയും എത്തിക്കുന്നതിനായി, ഇവിടെ ആ കാര്യങ്ങളൊക്കെ ഒരുക്കുന്നതിനായി ഇവിടെ ഏറ്റവും പ്രധാനമായും എല്ലാവരും അതിനുവേണ്ടിയാണ് ഏറ്റവുമായി ശ്രദ്ധിക്കുന്നത്. നോക്കൂ, സീതാറാമിൽ ദേശം കടന്നു പോകുന്നു. സീതാറാമിൽ ദേശം കടന്നു പോകുമ്പോൾ അച്ചടക്കത്തിന്റെ കാര്യം പറയുമ്പോൾ അപ്പോൾ ഇവിടെയുള്ള ആബാലവൃദ്ധം ജനങ്ങളും കുട്ടികളും എല്ലാം മാറിക്കൊടുക്കുന്നു. ഈ റോഡ് പൂർണ്ണമായും വിജനമാക്കി കൊടുക്കുന്നു. അത് പുലികൾക്കായി വിട്ടു നൽകുന്നു. ആ പുലികൾ കടന്നു പോകുമ്പോൾ വീണ്ടും നിങ്ങൾക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഒരു മണ്ണിട്ടാൽ താഴെ വീഴാത്ത അത്രമാത്രം തിക്കും തിരക്കുമാണ് ഇവിടെ, അത്രമാത്രം ജനസഞ്ചയമാണ്, ജനസാഗരമാണ് ഇവിടെ ഒഴുകിയെത്തുന്നത്. അടുത്ത ദേശം വരുന്നുണ്ട്. അടുത്ത ദേശം അവിടെ ഒരു ആനയും ഒരു ഉരുൾ പിളർന്ന ഭൂമിയുമായിട്ട് നമ്മുടെ വയനാടിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അടുത്ത ദേശം അതാ വരുന്നുണ്ട്. ആ ദേശത്തിനായുള്ള കാത്തിരിപ്പാണ്. അതിന്റെ പോലും ഒരു കാഴ്ചയും നഷ്ടമാകരുതെന്ന് ഓരോ കുഞ്ഞിനും ആ ആഗ്രഹമാണ്. ആ ആഗ്രഹത്തോടു കൂടി തന്നെ അങ്ങോട്ടേക്ക് കണ്ണും നട്ട് കടന്നു പോകുന്ന സീതാറാമിനെയാണോ, കടന്നു വരുന്ന അടുത്ത ദേശത്തിനെയാണോ, ആരെയാണ് നോക്കേണ്ടതെന്ന് ഒരു പക്ഷേ തീരുമാനിക്കാൻ പറ്റാത്തവണ്ണം ആ കാഴ്ച, ആ മനോഹരമായ കാഴ്ച ആസ്വദിക്കുകയാണ് ഇവിടെയുള്ള ഓരോ കുഞ്ഞുങ്ങളും എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. ഇതാ കടന്നു വരികയാണ്, മെല്ലെ മെല്ലെ പതുക്കെ നമ്മളെയൊക്കെ അത്രമേൽ പ്രതീക്ഷ തന്നുകൊണ്ട് അതിങ്ങനെ കടന്നു വരികയാണ്. ഇനി വരുന്ന സംഘത്തിൽ എന്ത് സസ്പെൻസ് ആണ് ഒളിഞ്ഞിരിക്കുന്നത്, ഏത് രീതിക്കുള്ള മായാജാലമാണ് ഉള്ളതെന്ന് കാണുന്നതിന് വേണ്ടി ഓരോരുത്തരും ഇപ്പോഴും ആ ഒരു പ്രതീക്ഷയോടുകൂടി, ആ ഒരു ആകാംക്ഷയോടുകൂടി ഇപ്പോഴും ഇവിടെ നോക്കുന്നു. നമുക്ക് ഓരോരുത്തരുടെയും മുഖത്തേക്ക് നോക്കിയാൽ തന്നെ ആ ഒരു ആകാംക്ഷ പതിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. സുചേട്ടൻ നമ്മുടെ ഫ്രെയിമിൽ അത് പതിഞ്ഞിട്ടുണ്ടോ അറിയില്ല. അച്ഛന്റെ മടിയിലിരുന്ന ആൾക്കാരൊക്കെ കൈ നീട്ടി കാണിക്കുന്ന ഒരു പുലിക്കുട്ടി ഉണ്ട് അവിടെ വേദിയിലുണ്ട്. അവനവിടെ അച്ഛന്റെ മടിയിലാണെന്ന് തോന്നുന്നു. അവിടെ ഇരുന്നു കൊണ്ട് വരുന്ന ആളുകളൊക്കെ കൈവശി കാണിക്കുന്നുണ്ട്, കൈവശി അഭിവാദ്യം ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ഇനിയിപ്പോൾ കടന്നു വരുന്നവരുടെ സസ്പെൻസ് അതെന്തായിരിക്കും എന്നുള്ളതാണ്. ലിഷോ വല്ല ഐഡിയ ഉണ്ടോ? അതായത് ഉറപ്പായും വിസ്മയിപ്പിക്കുന്ന കാര്യങ്ങൾ ഉണ്ടാവും എന്നുള്ള കാര്യം യാതൊരു സംശയവുമില്ല. കാരണം ഓരോരുത്തരും തങ്ങൾക്ക് ഏറ്റവും മികച്ച രീതിയിൽ എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ എന്നുള്ളത്, അതിൽ ഈ സീതാറാമിൽ ദേശത്തിൽ ഉണ്ടായിരുന്നു പുലി ചെരുപ്പുകൾ ഉണ്ടായിരുന്നു, പുലി പാതുകങ്ങൾ ചെയ്യേണ്ടതെല്ലാം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ആ കാഴ്ചയിൽ നിന്നും ഞങ്ങൾക്ക് ഇവിടെ ഇരിക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ട്. ലിഷോ, അക്ഷയ, അരുണിലേക്കൊന്ന് പോവുകയാണ്. അരുൺ, കാര്യങ്ങളൊക്കെ അത്രത്തോളം മനോഹരമായിട്ട് അത്രത്തോളം ആവേശത്തിൽ മുന്നോട്ട് പോവുകയാണ്. നിങ്ങളുടെ യാത്ര എവിടം വരെയായി?
അരുണിന്റെ ഒരു ആവേശത്തിലേക്ക് എത്താമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ എന്തൊക്കെയോ പ്രശ്നങ്ങൾ അരുണിനെ അലട്ടുന്നുണ്ട് എന്നാണ് തോന്നുന്നത്. ഏതായാലും ഈ കാഴ്ചകളൊക്കെ കാണുന്നുണ്ടല്ലോ, ഇത് തന്നെയാണ് ഈ പറഞ്ഞതുപോലെ തന്നെ കാണുന്നത് മനോഹരം, ഇനി കാണാനിരിക്കുന്നതും അതിമനോഹരം. അത്രത്തോളം മനം മായ്ക്കുന്ന കാഴ്ചകളാണ്. താളത്തിനൊത്ത് ഒരേപോലെ ആ പുലികളെല്ലാവരും തന്നെ ഒരേ താളത്തിൽ മുന്നിലേക്ക് നീങ്ങുന്ന മനോഹരമായ കാഴ്ച. പുലികൾ മാത്രമോ, ചുറ്റും നിൽക്കുന്ന ഓരോ മനുഷ്യരും ആ താളത്തിനൊപ്പം തന്നെ ആസ്വദിക്കുന്നു എന്നുള്ളതാണ് അല്ലേ രാഗിൻ? തീർച്ചയായും അത്രത്തോളം ആവേശം തന്നെയാണ് നമുക്ക് ഇവിടെ നിന്നും കാണാൻ കഴിയുന്നത്. പുലികളൊക്കെ തന്നെ അവിടെ നിന്ന് നടന്നു വരികയാണ്. ഇവർ അവിടെ നിന്ന് ഇറങ്ങി, അതായത് പുലിമടയിൽ നിന്ന് ഇറങ്ങി നേരെ പോകുന്നത് സ്വരാജ് റൗണ്ടിലേക്കാണ്. അവിടെയാണ് മത്സരം ആരംഭിക്കുക. അതുവരെയുള്ള സമയത്ത് ചിലപ്പോൾ ഇത്തരത്തിൽ ചുവടുകൾ വയ്ക്കും. അതോടൊപ്പം തന്നെ ഈ ആളുകളൊക്കെ തന്നെ തടിച്ചുകൂടുന്നുണ്ട്. അവരുടെ ദേശക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് ഗംഭീരമായ, നേരത്തെ ലിഷോയും ആണെങ്കിലും അല്ലെങ്കിൽ അക്ഷയും ഒക്കെ ആണെങ്കിലും സൂചിപ്പിച്ചതുപോലെ അത്രത്തോളം ആവേശമാണ് നമുക്ക് ഈ തൃശ്ശൂരിൽ കാണാൻ കഴിയുന്നത്. ഏവരും ഒന്നടങ്കം ഒരേ മനസ്സോടുകൂടി, ഐക്യത്തോടുകൂടി, കൂട്ടായ്മയുടെ ഒരു ഉത്സവമായി തന്നെ ഈ പുലികളിയെ അവർ നെഞ്ചേറ്റുകയാണ്. അത്രത്തോളം വൈബാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്ന ഒരു കാര്യം. 51 പേർ ഒരു ടീമിൽ ഉണ്ട്. ഓരോരുത്തരും ഇഞ്ചോടിഞ്ച് മത്സരം കാഴ്ചവെക്കും. 7 ടീമുകളാണെങ്കിൽ അവർക്ക് 7 പേർക്കും ജയിക്കുക, ഒന്നാമതെത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് അവർ പൊരുതുന്നത്. ഇങ്ങനെ ചിലയിടങ്ങളിൽ അവർ കയറി നിൽക്കുന്നുണ്ട്. പലരും അവരോടൊപ്പം ഫോട്ടോ എടുക്കുന്നുണ്ട്, സെൽഫി എടുക്കുന്നുണ്ട്. അത്തരം കാഴ്ചകളൊക്കെ തന്നെ നമുക്ക് ഇവിടെ നിന്നും കാണാൻ സാധിക്കുകയാണ്. എന്തായാലും രാവിലെ മുതൽ തന്നെ തുടങ്ങിയ ഒരു ഒരുക്കമാണ്. ആ ഒരുക്കം ഇപ്പോൾ അതിൻ്റെ ഒരു പാരമ്യത്തിലേക്ക് എത്തി. പുലിമടയിൽ നിന്ന് അവരൊക്കെ തന്നെ പുറത്തേക്ക് ഇറങ്ങി. ആ കാഴ്ചയാണ് നമുക്ക് ഈ തൃശ്ശൂർ നഗരത്തിൽ കാണാൻ കഴിയുന്നത്. സ്വരാജ് റൗണ്ടിലേക്ക് ഇതിനോടകം ടീമുകൾ പ്രവേശിച്ചിട്ടുണ്ട്. ഇവർ അവിടേക്ക് എത്തുന്നതേ ഉള്ളൂ. വലിയ ആവേശവും ആരവവും ഒക്കെയായി ഇവർക്ക് പിന്തുണയർപ്പിച്ച് ഒരുപാട് പേർ ഒപ്പം കൂടിയിട്ടുമുണ്ട്. നമുക്ക് അവരിൽ ചിലരിലേക്ക് പോകാമെന്ന് തോന്നുന്നു. കാരണം ചെറിയൊരു ഇടവേളയിൽ എവിടെ വരെയായി, ഇങ്ങോട്ടായി ശങ്കരായ റോഡ് എത്തിയിട്ടുള്ളോ? ശങ്കരായ റോഡ് ഇനി സ്വരാജ് റൗണ്ടിലേക്ക് കയറുമ്പോൾ എന്തായിരിക്കും അവസ്ഥ? വടക്കനാടിന്റെ മുമ്പിലുള്ള കളി, അതാണ് സമ്മാനം ഫസ്റ്റ് കിട്ടുക. അതാണ് കളി, ഏറ്റവും വലിയ കളി അവിടെയാ. അത് കഴിഞ്ഞാൽ നായ്ക്കനാല്. അപ്പൊ ഇപ്പോഴേ കളിച്ച് വെറുതെ ഊർജ്ജം കളയേണ്ട കാര്യമില്ല. നമ്മളിപ്പോ താൽക്കാലികമായി കളിക്കുന്നു മാത്രം. വടക്കനാടിന്റെ മുമ്പിലും പാറമാന്റെ മുമ്പിലും കളിക്കും. അതാണ് സമ്മാനം കൂടുതൽ. പിന്നെ മിനി ബസ് സ്റ്റാൻഡിന്റെ അവിടെ ഉണ്ടാവും. മിനി ബസ് സ്റ്റാൻഡിന്റെ അവിടെ ആ സമയത്ത് പൊരിഞ്ഞ രീതിയിലുള്ള പോരാട്ടം പൊരിച്ചങ്ങോട്ട് അടുക്കും. എന്നിട്ട് ഞങ്ങളവിടെ തീമറക്കും. എവിടെ വരെയായി കാര്യങ്ങളൊക്കെ? എവിടെ വരെയായി? ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി. ഞങ്ങളിത് ഇറങ്ങി തയ്യാറെടുപ്പ്. ഞങ്ങൾ ടേബിളെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ടേബിളെ കയറാൻ വേണ്ടി നിൽക്കുകയാണ്. ഞങ്ങളിത് കയറാനുള്ള സമയമായി. നിങ്ങൾക്ക് പിന്തുണയായിട്ട് കുറേ പേരൊക്കെ എത്തിയിട്ടുണ്ടല്ലോ, പ്രത്യേകിച്ചും ഒരുപാട് ഞങ്ങൾക്ക് പിന്തുണയായിട്ട് അവരൊക്കെ എത്തിയിട്ടുണ്ട്. അവർ കുഴപ്പമില്ല, അടിപൊളിയാണ് എല്ലാം കൊണ്ടും. ഇത്തരം കാഴ്ചകളാണ്. ആ പുലികളൊക്കെ തന്നെ ഇവിടെ തടിച്ചുകൂടി നിൽക്കുകയാണ്. അവരോരോരുത്തരും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചുവടുകൾ വെച്ച് മുന്നേറുന്നുണ്ട്. ചിലർ അല്പസമയം വിശ്രമിക്കുന്നുണ്ട്. കാരണം ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ മത്സരം ആരംഭിച്ചിട്ടില്ല. കാനാട്ടുകര ദേശത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ മത്സരം ആരംഭിച്ചിട്ടില്ല. ഇതൊക്കെ ഏവർക്കും കാണാൻ കഴിയുന്ന, അല്ലെങ്കിൽ ഇവർക്ക് പിന്തുണ അർപ്പിക്കുന്നവർക്കൊക്കെ കാണാൻ കഴിയുന്ന ഒരു മുഹൂർത്തമായിട്ടേ അവരെടുക്കുന്നുള്ളൂ. പ്രധാന മത്സരം ശക്തൻ്റെ മുന്നിൽ, അതായത് സ്വരാജ് റൗണ്ടിലാണ്. ആ സ്ഥലത്ത് നടത്തുന്ന മത്സരത്തിലേക്ക് അതെങ്ങനെ കാഴ്ചവെക്കാൻ കഴിയും എന്നതാണ് ഇവരെ സംബന്ധിച്ചിടത്തോളമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. എന്തായാലും നിരവധി പേർ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ തടിച്ചുകൂടി നിൽക്കുന്നുണ്ട്. കുട്ടിപ്പുലികളടക്കം ഇവിടെ ഉണ്ട്. അവരൊക്കെ തന്നെ വലിയ ആവേശത്തിൽ തന്നെയാണ്. നമുക്ക് മുന്നിലേക്ക് ഒരു കുട്ടിപ്പുലി എത്തുന്നു.